തിരുവനന്തപുരം മേയർ വി രാജേഷിനെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേന്ദ്ര പദ്ധതിയിലൂടെ തിരുവനന്തപുരം സിറ്റിക്ക് ലഭിച്ച ഈ ബസ്സുകൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതിയെന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിന്റെ പരാമർശത്തിന് എതിരെയാണ് മന്ത്രി രംഗത്ത് വന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിയിൽ വേലി കെട്ടിത്തിരിക്കാൻ മേയർ ശ്രമിക്കരുതെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിൽ മാത്രമേ സർവീസ് നടത്താവൂ എന്ന വി രാജേഷിന്റെ ആവശ്യം അങ്ങേയറ്റം ബാലിശവും അപക്വവുമാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. നാടിന്റെ വികസനത്തെ ഇത്രയേറെ സങ്കുചിതമായി കാണുന്ന ഒരു ഭരണാധികാരി തലസ്ഥാന നഗരത്തിന് അപമാനമാണെന്നും മുൻ മേയർമാരായ വി പ്രശാന്തും ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരത്തിന്റെ വികസനത്തെ എത്രത്തോളം ക്രിയാത്മകമായാണ് കണ്ടിരുന്നതെന്ന് ജനം തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ മേയറുടെ ഭരണവും കാഴ്ചപ്പാടും എത്രത്തോളം പിറകിലാണെന്ന് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള നീക്കം അനുവദിക്കില്ലെന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ബസ്സുകൾ നഗരത്തിൽ ഇറക്കിയതെന്നും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം KSRTC മറ്റു ഭാഗങ്ങളിലേക്ക് വിട്ട ബസ്സുകൾ തിരികെ കൊണ്ടുവരണമെന്നാണ് മേയർ വി രാജേഷ് പറഞ്ഞത്. സ്മാർട്ട് സിറ്റിയുടെ പണം ഉപയോഗിച്ചാണ് ബസ് വാങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഇറക്കിയത്. ഈ 113 ബസ്സുകളും നഗരത്തിൽ ഓടുന്നതിന് പകരം മറ്റു ഭാഗങ്ങളിലേക്കാണ് ഓടുന്നത്. നഗരത്തിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ നഗരത്തിൽ അത്രത്തോളം പ്രദേശത്ത് മലിനീകരണം കുറയും. രാഷ്ട്രീയ സമ്മർദ്ദം കാരണം KSRTC കേരളത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും വിട്ടിട്ടുണ്ട്. 113 ബസ് ഉണ്ടായിട്ടും സിറ്റിയിൽ ഓടുന്നതിന്റെ എണ്ണം കുറവാണ്. മറ്റിടങ്ങളിലുള്ള ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാണ് വി രാജേഷ് പറഞ്ഞത്. ഇതിൽ പ്രതികരണവുമായിട്ടാണ് വി ശിവൻകുട്ടി രംഗത്തെത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിയിൽ വേലി കെട്ടിത്തിരിക്കാൻ മേയർ ശ്രമിക്കരുത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തിക്കുള്ളിൽ മാത്രമേ സർവീസ് നടത്താവൂ എന്ന ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി രാജേഷിന്റെ ആവശ്യം അങ്ങേയറ്റം ബാലിശമാണെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കേന്ദ്രവും സംസ്ഥാനവും 500 കോടി രൂപ വീതമാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിഹിതം 135.7 കോടി രൂപയാണ്. അതായത് പദ്ധതിയുടെ 60% തുക സംസ്ഥാന ഖജനാവിൽ നിന്നാണ് ചെലവഴിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി 113 ബസ്സുകൾ കൂടാതെ 50 ബസ്സുകൾ KSRTCയുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണ്. ഈ ബസ്സുകളുടെ എല്ലാം മെയിന്റനൻസ്, ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ തുടങ്ങിയ സർവ്വ സംവിധാനങ്ങളും ഒരുക്കുന്നത് KSRTC ആണ്. സ്മാർട്ട് സിറ്റി, കോർപ്പറേഷൻ, KSRTC എന്നിവ ചേർന്നുള്ള ത്രികക്ഷി കരാറാണ് നിലവിലുള്ളത്. മേയർക്ക് ഉപദേശക സമിതിയുടെ അധ്യക്ഷനാകാം എന്നതല്ലാതെ ബസ്സുകൾ എവിടെ ഓടണം എന്ന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ അധികാരമില്ല.